സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ, സ്വർണ്ണവില വർദ്ധിക്കുകയാണ്. ഇന്ന് പവന് 3960 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നത്. ഈ സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്വർണം വാങ്ങുക എന്നുള്ളത് വലിയൊരു ടാസ്കായി മാറിയിരിക്കുകയാണ്. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച നിലവിലെ ഈ ഒരു വില വർധനവ് അത് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ്. സ്വർണം വാങ്ങാനായിട്ട് ആളുകൾ എത്തുന്നത് വളരെ കുറഞ്ഞ ഒരു അളവിലാണ്. സ്വർണം വിൽക്കുന്നതിനായിട്ടാണ് കൂടുതലായിട്ട് ആളുകൾ എത്തുന്നത്. അത് സ്വർണ്ണവിലയുടെ ഈ ഒരു ഏറ്റക്കുറച്ചിലുണ്ട്. കയ്യിലിരിക്കുന്ന സ്വർണം വിറ്റ് പണമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആളുകൾ കയ്യിലുള്ളതും പണയത്തിലുള്ളതും അങ്ങനെയുള്ള ആഭരണങ്ങളെല്ലാം വിറ്റ് പണമാക്കുന്ന ഒരു തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. സ്വർണം വാങ്ങുന്നതിൽ കൂടുതൽ വിൽക്കുന്ന ഇതാണ് നടക്കുന്നത്. സ്വർണം വാങ്ങാൻ ആളുകൾ വളരെ കുറവാണ് എത്തുന്നത്. പിന്നെ കൂടുതൽ ആളുകൾ എത്തുന്നത് മാറ്റി അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ മാറ്റി വാങ്ങുന്നതാണ്. മാറ്റി വാങ്ങുമ്പോൾ വില വർധനവ് വലുതായിട്ട് അവരെ ബാധിക്കുന്നില്ല. കാരണം എപ്പോഴാണെങ്കിലും മാറ്റി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് അവര് മാറ്റുന്ന ആഭരണങ്ങൾക്കും വില കിട്ടുന്നതുകൊണ്ട് അവരങ്ങനെയാണ് നിലവിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഈ സ്വർണ്ണ പണിക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിങ്ങൾക്ക് വളരെ അടുത്ത് ആണ് അവരോടൊപ്പം ജോലി ചെയ്യുന്നതൊക്കെയാണ്. അവരെ ഒരുപാട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്വർണ്ണ വ്യാപാരി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ. അവരുടെ നിലവിലെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? അവരുടെ ഒരു ആശങ്കയൊക്കെ പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്കറിയാം ലൈറ്റ് വെയ്റ്റിലേക്കൊക്കെ ആളുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ഇവർക്കൊക്കെ നിർബന്ധിതരായിട്ട് ആ ഒരു മേഖലയിലേക്കൊക്കെ തിരിയേണ്ട ഒരു അവസ്ഥയാണ്. സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ച് അവരും വലിയൊരു കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒരു വലിയ ക്രൈസിസ് ആണ് ഇത്. ഒരു ഇതൊരു ചെയിനാണല്ലോ. സ്വർണം വാങ്ങുന്നവര് വിൽക്കുന്നവര് ഇത് പണിയുന്നവരെല്ലാം ഒരു ചെയിനായിട്ടാണ് പോകുന്നത്. അപ്പൊ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിൽ സ്വർണത്തിന്റെ സെയിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ച് അവരുടെ വർക്ക് കുറയുന്നു. അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ലഭിക്കേണ്ട തുകകൾ ലഭിക്കാതെ വരുന്നു. അത് വലിയ ഒരു ക്രൈസിസിലൂടെ തന്നെയാണ് സ്വർണ്ണ പണിക്കാരും കടന്നു പോകുന്നത്. അത് ഇതിനൊരു മാറ്റം ഉണ്ടാവാതെ സ്വർണ്ണവില ഒന്നുകിൽ സ്റ്റഡിയായി മാറണം, ഇല്ലെങ്കിൽ ഒരു വില കുറയണം. ഇത് രണ്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെങ്കിൽ മാത്രമേ സ്വർണ്ണ വിപണിയെ സംബന്ധിച്ച് അല്ല സ്വർണ്ണ വ്യാപാരത്തെ സംബന്ധിച്ച് ഒരു ആ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലെ മാർക്കറ്റ് സ്റ്റഡി വെച്ച് ഉടനെ ഒരു വലിയ ഒരു താഴേക്ക് പതിക്കൽ എന്നുള്ളൊരു സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം അമേരിക്ക, ട്രംപ് ഓരോ ദിവസവും ഓരോരോ പുതിയ കാര്യങ്ങൾ അവർ ഈ മാർക്കറ്റിനെ തകർക്കുകയാണോ അമേരിക്ക, എന്താണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് മനസ്സിലാവുന്നില്ല. അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ബാക്കി രാജ്യങ്ങളെ എന്ത് ബാധിച്ചാലും അവർക്ക് വിഷയമല്ല എന്നുള്ള തരത്തിലേക്കാണ് അവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതാണ് ഇത്രയും രൂക്ഷമായ വിലയിലെ വർധനവും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത്. അതൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ വില ഒരു സ്റ്റഡി ആവണം. ആരെങ്കിലും പൂജക്കാരൻ മണികെട്ടോ എന്ന് പറഞ്ഞ പോലെ ട്രംപിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര ഇടപെടൽ ട്രംപിനെ അല്ലെങ്കിൽ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു പ്രതിഷേധം എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായെങ്കിൽ മാത്രമേ അതിനൊരു അന്ത്യം കുറിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിലെ സാഹചര്യം. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഈ സ്വർണ്ണ വ്യാപാരികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ വിറ്റുവരവ് നടക്കാതെ ഉള്ള ഒരു ലാഭം അത് ഉറപ്പായിട്ടും ഉണ്ടാകില്ല. പലപ്പോഴും ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ലക്ഷങ്ങൾ വില മതിക്കുന്ന വസ്തുക്കളാണ് ഈ ഷെൽഫിലുള്ളത്. അപ്പോൾ ഇതെടുത്ത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ ആശങ്ക തീരില്ലേ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും കച്ചവടക്കാർ നേരിടുന്നതാണ്. പല കസ്റ്റമേഴ്സും വന്ന് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇവരോട് മറുപടി നൽകേണ്ടത്? അതേപോലെ തന്നെ ഈ അസോസിയേഷനിലടക്കം ഈ കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടില്ലേ? പ്രധാനമായിട്ടും ഇപ്പോൾ നേരിടുന്ന ഈ വ്യാപാരത്തിലേക്ക് തന്നെയും ഈ ഒരു കമ്മിയെക്കുറിച്ചൊക്കെ ചർച്ചയാകുന്നില്ലേ? അപ്പൊ എന്താണ് അസോസിയേഷനിലെ ആളുകളൊക്കെ പറയുന്നത്? അസോസിയേഷനൊന്നും ആർക്കും തന്നെ ഈ ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമല്ല. കാരണം ചില ആളുകൾ പറയുന്നുണ്ട് സ്വർണം കയ്യിൽ വിലയുള്ള സ്വർണ്ണമാണല്ലോ ഇരിക്കുന്നത്, അത് വിറ്റ് പണമാക്കിയാൽ പോരെ എന്ന് പറയുമ്പോൾ ഇത് സ്വർണം വ്യാപാരം നിർത്തി പോകുന്ന ഒരാളെ സംബന്ധിച്ച് അത് കുഴപ്പമില്ല. നമ്മൾ ഇന്ന് വ്യാപാരം നിർത്തി ഒരു സാഹചര്യത്തിൽ അത് കുഴപ്പമില്ല. പക്ഷേ വ്യാപാരം തുടരുമ്പോൾ ഇന്ന് നമ്മൾ ഈ വിലയ്ക്ക് വിറ്റാൽ നാളത്തെ വിലയ്ക്ക് നമുക്ക് തിരിച്ചു വാങ്ങാൻ സാധിക്കുള്ളൂ. നാളെ വില കുറയുന്ന ട്രെൻഡാണ് ഇന്നിപ്പോ വിറ്റിട്ട് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു മേടിക്കാം, കുറഞ്ഞ വില കിട്ടുമല്ലോ.
ഇന്നിപ്പോ നമ്മൾ വിൽക്കുന്ന വിലയ്ക്ക് നാളെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നില്ല. വലിയ വലിയ വില വർധനമാണ് ഇതിലുണ്ടാവുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഇതിനകത്തൊന്നും, അതായത് വിറ്റ് കൊണ്ട് ഇതിന്റെ പ്രശ്നം പരിഹരിക്കാനൊന്നും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. വ്യാപാരം നിർത്തിപ്പോകുന്ന ആൾക്കാണെങ്കിൽ അത് സാധിക്കും. കാരണം പിന്നീട് അവർ ഇതിനെ മാർക്കറ്റിനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ പൂർണ്ണമായും നിർത്തിപ്പോകുന്നു, ഇന്നത്തെ വിലയ്ക്ക് സ്വർണം വിൽക്കുന്നു, നാളെ ആ പണം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്തു പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്നിപ്പോ കയ്യിലുള്ള സ്വർണം വിറ്റാൽ നാളെ അവൻ തിരിച്ച് സ്റ്റോക്കിലേക്ക് വാങ്ങണമെങ്കിൽ നാളെ എത്രയാണോ വില, ആ കൂടിയ വില നൽകിയാൽ മാത്രമേ തിരികെ ലഭിക്കുകയുള്ളൂ. അതാണ് ഇതിനകത്തൊരു കാര്യം. ശരി, വളരെ നന്ദി കേട്ടോ അരുൺ ആ പ്രതികരണത്തിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.